നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരിയാണ്. നമുക്കൊരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ പോലുള്ള ഫംഗ്ഷനോ, നമുക്ക് അതല്ലാതെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും ഒരു വെഡിങ് പോലുള്ള ഫംഗ്ഷനും വെഡിങ് ഈവിന്, റിസപ്ഷൻ ഈവിനെല്ലാം നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസാണ്. അമ്മമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലൊരു ഓപ്ഷനാണ് സാരി. ഫാബ്രിക് വൈസ് പറയുകയാണെങ്കിൽ സോഫ്റ്റ് സിൽക്കി കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു ഓഫ് ക്രീമാണ്, ഓഫ് വൈറ്റ് ആണ് സാരിയുടെ കോമ്പിനേഷൻ. അതിൽ ഹാൻഡ് വർക്കിലാണ് ത്രൂ ഔട്ട് ദ സാരി വരുന്നത്. ഇതാണ് സാരിയുടെ ഒരു ലുക്ക് വരുന്നത്. കൂടാതെ ക്രോഷ്യോ ലേസ് വർക്ക് വരുന്നുണ്ട് ബോർഡർ ആയിട്ട്. സിമ്പിൾ ലേസ് വർക്കിലായിരിക്കും ബോർഡർ വന്നിട്ട്. ഫ്ലോറൽ മോട്ടീവ്സ് ആണ്. ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സിന്റെ കൊച്ചു കൊച്ചു മോട്ടീവ്സ്, ടൈനി മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. ഇതായിരിക്കും ബോഡി വരുന്നത് കംപ്ലീറ്റ്. ആ ഒരു സ്വീക്കൻസ് വർക്ക്, വാട്ടർ ഗോൾഡ് സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട്. ആ ഒരു എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് സാരിയിൽ. ഞാൻ ക്ലോസറിൽ കാണിക്കാം ഡീറ്റെയിൽ ആയിട്ട് സാരി. ഇതായിരിക്കും ഒരു വർക്ക് വരുന്നത്. അതൊരു ഡിഫറെന്റ് പാറ്റേണിലാണ് ആ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത് കേട്ടോ. ഇത് വരുമ്പോൾ നല്ലൊരു ചില്ലി റെഡ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു അക്വാ ഗ്രീൻ, പിന്നെ ഡിഫറെന്റ് കളർ ടോണിലുള്ള ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വന്നിട്ട് മുന്താണി വരുമ്പോൾ ഇതാണ് സാരിയുടെ പല്ലു. ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ ഹാൻഡ് വർക്കിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. അത് കഴിഞ്ഞ് മുന്താണിയുടെ എൻഡിൽ വരുമ്പം കാന്ത വർക്കാണ്. കാന്ത വർക്കും ഒരു വാട്ടർ ഗോൾഡ് സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട്. ത്രൂ ഔട്ട് ദ സാരി ആ ഒരു ക്രോഷ്യോ ലേസ് വർക്കിന്റെ ബോർഡർ ആയിരിക്കും എഡ്ജിൽ വരുന്നത്. ബോർഡർ ഈ ഒരു പാറ്റേൺ വന്നിട്ട് കോർണർ ടു കോർണറിലായിരിക്കും മുന്താണിയിൽ വരുമ്പോൾ ആ ഒരു വർക്ക് വരുന്നത്. നല്ലൊരു ഓഫ് വൈറ്റ് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതാണ് പല്ലു. 3 മോട്ടീവ്സ് ആയിരിക്കും മുന്താണിയിൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിന്റെ സ്ലീവിലും ഇതേ ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഇനി ഇതിന് ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് കളർ നല്ലൊരു പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതേ പാറ്റേൺ, ഫാബ്രിക്കും വർക്കും എല്ലാം സെയിം തന്നെ, കളർ മാത്രമേ മാറിയിട്ടുള്ളൂ. പീച്ച് സോഫ്റ്റ് സിൽക്കി കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ. സെയിം സ്റ്റൈൽ, അതേ ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും. ഫുൾ ബോഡി വന്നിട്ട് ആ ഒരു വാട്ടർ ഗോൾഡ് സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട് സാരിയിൽ. പീച്ച് ടോണിൽ തന്നെയുള്ള ക്രോഷ്യോ ലേസ് വർക്ക് ആയിരിക്കും എഡ്ജിൽ വരുന്നത്. മുന്താണി ഫുൾ അതേ ഹാൻഡ് വർക്കിന്റെ ആ ഒരു സർക്കുലർ പാറ്റേണിലുള്ള മോട്ടീവ്സിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. സെയിം സെൽഫ് കളറിൽ തന്നെ ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. എല്ലാ കളേഴ്സും നല്ല നല്ല ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ സാരി. ഇത് വരുന്ന നല്ലൊരു അക്വാ ഗ്രീൻ ആണ്, സീ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം അതേ ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും ഫുൾ ബോഡി വരിക. അക്വാ ഗ്രീനിൽ തന്നെയുള്ള സിമ്പിൾ ക്രോഷ്യോ ലേസ് വർക്ക് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. ആ ഒരു എഡ്ജിൽ വരുന്നത് മുന്താണി ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെയാണ് സാരിയുടെ പല്ലു. ഞാൻ വർക്കിനെ റിവേഴ്സ് സൈഡ് കൂടി കാണിക്കാം. ഇതാണ് റിവേഴ്സ് സൈഡ് വരുന്നത് വർക്ക്. സെയിം അതേ ആ ഒരു സ്മോൾ മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. ഒരു ട്രയാങ്കിൾ പാറ്റേണിലുള്ള മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്നത്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ ഹാൻഡ് വർക്ക് മോട്ടീവ്സ് വിത്ത് വാട്ടർ ഗോൾഡ് സ്വീക്കൻസ് വർക്കിലായിരിക്കും ത്രൂ ഔട്ട് ദ സാരി. ആ ഒരു സോഫ്റ്റ് ബേബി പിങ്കിൽ തന്നെയുള്ള ക്രോഷ്യോ ലേസ് വർക്ക് ആയിരിക്കും സാരിയുടെ എഡ്ജിൽ വരുന്നത്, ബോർഡർ ആയിട്ട് വരുന്നത്. ബ്യൂട്ടിഫുൾ പാറ്റേണിലുള്ള പല്ലു ആൻഡ് സെയിം സ്റ്റൈൽ ബ്ലൗസ്. അടുത്ത കളർ നല്ലൊരു ക്രീമിഷ് യെല്ലോ ആണ് സാരി വന്നിരിക്കുന്നത്. ക്രീമിഷ് ടിൻറ്റഡ് യെല്ലോ. സെയിം സ്റ്റൈലിൽ തന്നെ ബോഡി, മുന്താണി എല്ലാം അതേ പാറ്റേണിൽ തന്നെ ഹാൻഡ് വർക്ക് വരുന്നത് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇത് വരുന്നത് സ്ലബ് ലിനൻ കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക്. നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ബ്ലാക്കിൽ നല്ലൊരു മൾട്ടി കളറിലെ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ബോഡി വരുന്നത്. കൂടാതെ ബോർഡർ വരുന്നുണ്ട്, വിത്ത് സിമ്പിൾ ബോർഡറാണ് വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലുള്ള മോട്ടീവ്സ് ആണ്. ഈ ഒരു സ്റ്റൈലിൽ നല്ലൊരു പാറ്റേണിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. മുന്താണി അതേ പാറ്റേണിൽ തന്നെയാണ്. സാരിയുടെ പല്ലുവിലും ആ ഒരു ഡിസൈൻസ് വരുന്നുണ്ട്. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ. സോഫ്റ്റ് ആ ഒരു സ്ലബ് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. സെയിം കളർ പാലറ്റ് സെയിം തന്നെയാണ്. ബോഡി കളർ സെയിം തന്നെയാണ്. നല്ലൊരു ജെറ്റ് ബ്ലാക്ക് തന്നെ വന്നിരിക്കുന്നത്. ഫാബ്രിക് സെയിം തന്നെ, സ്ലബ് ലിനൻ കോട്ടൺ തന്നെയാണ്. ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിന്റെ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പം ഈ ഒരു ഓഷ്യൻ ബ്ലൂ, ലാവൻഡർ ആ ഒരു കോമ്പിനേഷനിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ വിത്ത് സിമ്പിൾ ബോർഡർ. മുന്താണി വിത്ത് പ്ലെയിൻ ബ്ലൗസ്. വീണ്ടും ജെറ്റ് ബ്ലാക്ക് തന്നെ സാരിയുടെ ആ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത്. ആ ഒരു വർക്കിന്റെ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പം ഈ ഒരു സ്റ്റൈലായിരിക്കും. ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ വന്നിട്ട് വിത്ത് പല്ലു. ബ്ലൗസ് എല്ലാ സാരീസും പ്ലെയിൻ ആയിരിക്കും. പ്ലെയിൻ വന്നിട്ട് ആ സാരിയിൽ വരുന്ന ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ, 1 ഇഞ്ച് ബോർഡർ സെറിയിലുള്ള അതേ ബോർഡർ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരും. നെക്സ്റ്റ് സാരി ഓഫ് വൈറ്റ് ആണ് സാരി വന്നിരിക്കുന്നത്. ഫാബ്രിക് സെയിം തന്നെയാണ്. സ്ലബ് ലിനൻ കോട്ടൺ തന്നെ സാരിയുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതിലും അതേ പാറ്റേൺ തന്നെ മൾട്ടി കളറിൽ ഫാബ്രിക് പെയിന്റഡ് പാറ്റേണിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ബ്ലാക്ക് സാരിയിൽ വന്ന പോലെ തന്നെ ആ ഒരു ബോഡി കളർ ചേഞ്ച് ആയിരുന്നേ ഉള്ളൂ. നല്ലൊരു സോഫ്റ്റ് കളറിലാണ്. ഇതിനെല്ലാം നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടും ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാൻ കേട്ടോ. കാരണം ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് മൾട്ടി കളറിലായതുകൊണ്ട് തന്നെ നമ്മളിതിൽ കാണുമല്ലോ ബ്ലൗസ്. ഏത് കളറിലെ ബ്ലൗസും ഇതിനോട് ആപ്റ്റ് ആയിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസ്
സെയിം അതേ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് സ്ലബ് ലിനൻ കോട്ടൺ, നല്ല ഫാബ്രിക് ആട്ടോ സാരി വരുന്നത്. കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് സാരി വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ്. ഇതിന് ആ ഒരു ഫാബ്രിക് പെയിന്റ് ഡിസൈൻസ് വരുന്നത് ഗ്രീൻ ആണ്, പ്രോമിനൻസി കൂടുതൽ ഗ്രീനിലായിരിക്കും. സെയിം സ്റ്റൈൽ ബ്ലൗസ്, സെയിം ഡിസൈൻ തന്നെ. ആ ഒരു വർക്കിന്റെ ആ ഒരു ഡിസൈൻ്റെ ഫ്ലോറൽ ഡിസൈനിന്റെ കളർ മാത്രമേ മാറിയിട്ടുള്ളൂ. ഫാബ്രിക് പെയിന്റഡ് പാറ്റേണിൽ തന്നെയാണ് എല്ലാ സാരീസിലും വരുന്നത്. ഇത് വരുമ്പോൾ ലാവൻഡർ ആണ്. ഫസ്റ്റ് സാരി നല്ലൊരു ബേബി പിങ്ക് ആയിരുന്നു, സെക്കൻഡ് വൺ അക്വ ഗ്രീൻ ആണ്, തേർഡ് വൺ വരുന്നത് ലാവൻഡറിലാണ്. ഡിസൈൻ സെയിം തന്നെ വിത്ത് ബ്ലൗസ്, സെയിം സ്റ്റൈൽ തന്നെ. നെക്സ്റ്റ് കളർ വരുമ്പോൾ പീച്ചാണ്, പേസ്റ്റൽ പീച്ചിലായിരിക്കും ആ ഒരു ഫാബ്രിക് പെയിന്റഡ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഇതായിരിക്കും കേട്ടോ ഒരു ഡിസൈൻ്റെ ക്ലോസർ ലുക്ക് ഇങ്ങനെ വരും. നല്ല ഫാബ്രിക്കും ആണ്, നല്ല പാറ്റേണിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. പ്രൈസ് റേഞ്ച് ആണെങ്കിലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ്. മുന്താണി സെയിം സ്റ്റൈൽ, അതേ പാറ്റേണിൽ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്ന സാരി. നല്ല ബ്യൂട്ടിഫുൾ സാരീസിന്റെ വീഡിയോ ആയിരുന്നു ഇന്ന് വന്നത്. നല്ല ഡിഫറെന്റ് പാറ്റേണിലും ഡിഫറെന്റ് ഫാബ്രിക്കിലും ആയിരുന്നു സാരീസ് വന്നത്. ഇത് വരുന്നത് ലാസ്റ്റ് സാരി, സെയിം അതേ സ്ലബ് ലിനൻ കോട്ടൺ തന്നെ, ഓഫ് വൈറ്റ് തന്നെ സാരിയുടെ ബേസ് വരുന്നത്. ആ ഒരു ഫാബ്രിക് പെയിന്റഡ് ഡിസൈൻസിന്റെ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ലാവൻഡർ, പേർപ്പിൾ, ലൈലാക്ക് ആ ഒരു ടോണിലാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ആ ഒരു മോട്ടീവ്സ് ബോഡിയിൽ സ്കാറ്റേർഡ് ഫോമിൽ വന്നിട്ട് മുന്താണി വരുമ്പോൾ എല്ലാ സാരീസും ഈ ഒരു പാറ്റേണിലാണ്. സെയിം അതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും വിത്ത് ബ്ലൗസ്.